ക്ലാസിക്കൽ ഡൈക്കോട്ടമി, മൈക്രോ എക്കണോമിക്സിലെ ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിവിഷൻ ബിറ്റ്വീൻ റിയൽ സൈഡ് ആൻഡ് ദ മോണിറ്ററി സൈഡ് ഓഫ് ദി ഇക്കോണമി. ആൻഡ് അക്കോർഡിംഗ് ടു ദ ക്ലാസിക്കൽ ഡൈക്കോട്ടമി, any changes happens in the money variables do not affect in the real variables. ഇപ്പോൾ റിയൽ വാരിയബിൾസിൽ ആയിട്ടുള്ള ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ്, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്, റിയൽ വേജ് റേറ്റ്, GNP, ഇതിലൊന്നും ഇത് എഫക്ഷൻ ഉണ്ടായിരിക്കില്ല. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇതിനകത്തൊന്നും ഉണ്ടായിരിക്കില്ല. അതിന് ഇഫക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഡിവിഷനായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇറ്റ്സ് എ ഡിവിഷൻ ബിറ്റ്വീൻ റിയൽ സൈഡ് ആൻഡ് ദ മോണിറ്ററി സൈഡ് ഓഫ് ദി ഇക്കോണമി. അപ്പോൾ മോണിറ്ററി വാരിയബിൾസിൽ എന്ത് വന്നാലും അല്ലെങ്കിൽ നോമിനൽ വാരിയബിൾസിൽ എന്ത് ചേഞ്ച് സംഭവിച്ചാലും അത് റിയൽ വാരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ മോണിറ്ററി വാരിയബിൾസിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നതിൻ്റെ എഫക്റ്റ് റിയൽ വാരിയബിൾസിലേക്ക് വരില്ല. മോണിറ്ററി വാരിയബിൾസിലുണ്ടായ മാറ്റങ്ങളും മോണിറ്ററി വാരിയബിൾസിൽ, അതായത് നോമിനൽ വാരിയബിൾസിലുണ്ടായ ചേഞ്ചസ് അത് നോമിനൽ വാരിയബിൾസിൽ മാത്രമാണ് ഉണ്ടാവുക. അപ്പം നോമിനൽ വാരിയബിൾസ് മൂവ് ഇൻ പ്രൊപ്പോർഷൻ ടു ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് മണി. ഓക്കെ, ഇപ്പോൾ മണി സപ്ലൈയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണ്, അങ്ങനെ എന്ത് ചേഞ്ച് വന്നാലും നോമിനൽ വേരിയബിൾസ് അതിന് പ്രൊപ്പോർഷനായിട്ട് പോകും. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് മണി അങ്ങനെയുള്ള അതിന് നോമിനൽ വേരിയബിൾസ് അതിനോടുള്ള പ്രൊപ്പോർഷൻ വെച്ച് ക്വാണ്ടിറ്റി ഓഫ് മണിയുടെ ഒരു ലെവലിൽ തന്നെ ആയിട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും ഈ നോമിനൽ വേരിയബിൾസ് ക്വാണ്ടിറ്റി ഓഫ് മണിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ റിയൽ വേരിയബിൾസിനെ അത് ഇഫക്റ്റ് ചെയ്യില്ല. അല്ലെ, ഇവിടെ കൊടുത്തിട്ടുള്ളത് GNP, എംപ്ലോയ്മെന്റ്, റിയൽ വേജ് റേറ്റ്, റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതൊന്നും ഒരു മാറ്റവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇറ്റ്സ് റിമെയിൻ അൺഎഫക്റ്റഡ്. ഓക്കെ, കൊണ്ട് തന്നെ ക്ലാസിക്കൽ തിയറി പറയുന്നു, അക്കോർഡിംഗ് ടു ദ ക്ലാസിക്കൽ തിയറി ദ നോമിനൽ വേരിയബിൾസ് മൂവ് ഇൻ പ്രൊപ്പോർഷൻ ടു ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് മണി, ബട്ട് ദ റിയൽ വേരിയബിൾസ് സച്ച് ആസ് GNP, employment, real interest rate, real wage rate remain unaffected. This independence of real variables from changes in money supply and nominal variables is called classical dichotomy. The independence of real variables from money supply and nominal variables. Okay, the independence of real variables from any changes happens in the money supply or any changes happens in the nominal variables is called classical dichotomy. അപ്പോൾ classical dichotomy പറഞ്ഞാൽ there is a division between, അല്ലേ നമ്മൾ കണ്ടത്, there is a division between real side and monetary side of the economy. If any changes happens in the money variables, it does not reflect in the real variables or it does not affect the real variables. The nominal variables move in proportion to changes in the quantity of money. And they say I'm neutral in the sense that it cannot affect real variables. So there is an independence of real variables from changes in money supply and nominal variables is called classical dichotomy. Classical dichotomy is an idea that real and nominal variables can be analyzed separately. Okay, it refers to the idea that real and nominal variables can be analyzed separately. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്കോണമി ക്ലാസിക്കൽ ഡൈക്കോട്ടമി എക്സിബിറ്റ് ചെയ്യാണ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നു, ഇഫ് റിയൽ വേരിയബിൾസ് സച്ച് ആസ് ഔട്ട്പുട്ട്, അൺഎംപ്ലോയ്മെന്റ്, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് can be completely analyzed without considering what is happening to money variables. Okay, ക്ലാസിക്കൽ ഡൈക്കോട്ടമി എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഇക്കോണമി ആണെങ്കിൽ ആ ഇക്കോണമിയിലെ റിയൽ വേരിയബിൾസിന്റെ നമ്മൾ അനലൈസ് ചെയ്യണം. റിയൽ വേരിയബിൾസ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, അൺഎംപ്ലോയ്മെന്റ്, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്, വേജ് റേറ്റ്, ഇതൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി അനലൈസ്ഡ് വിത്തൗട്ട് കൺസിഡറിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു നോമിനൽ വേരിയബിൾസ് ഓർ മണി വേരിയബിൾസ്. അതൊന്നും ബാധകമല്ല. പക്ഷെ അത് കണക്കിലെടുക്കാതെയാണ് ഈ ഔട്ട്പുട്ട്, അൺഎംപ്ലോയ്മെന്റ്, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്, വേജ് റേറ്റിൽ ഒക്കെ GNPയിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്ന് പഠിക്കുന്നത്. ഇതൊരു ക്രിറ്റിസിസം കൂടിയാണ്. ഓക്കെ, ഇത് ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. GDP ആൻഡ് അതർ റിയൽ വേരിയബിൾസ് ക്യാൻ ബി ഡിറ്റർമൈൻ വിതൗട്ട് നോയിങ് ദ ലെവൽ ഓഫ് മണി സപ്ലൈ ഓർ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ GDP ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ റിയൽ വേരിയബിൾസിനെ കണക്കിലെടുക്കുമ്പോൾ മണി സപ്ലൈ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷനെ ഒന്നും കണക്കിലെടുക്കാതെ മണി വേരിയബിൾസിന് അല്ലെങ്കിൽ നോമിനൽ വേരിയബിൾസിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന്
പോലും കണക്കിലെടുക്കാതെ ഉള്ള ഒരു അനലൈസിങ് രീതിയാണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി ഷോ ചെയ്യുന്ന ഇക്കോണമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ക്ലാസിക്കൽ ഡൈക്കോട്ടമി, ക്ലാസിക്കൽസ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻസ് ഓഫ് റിയൽ വേരിയബിൾസ് ഫ്രം ചേഞ്ചസ് ഇൻ മണി സപ്ലൈ ആൻഡ് നോമിനൽ വേരിയബിൾസ്. റിയൽ സൈഡും നോമിനൽ സൈഡും സെപ്പറേറ്റഡ് ആണ്. നോമിനൽ വേരിയബിൾസ് എന്ത് മാറ്റങ്ങൾ സംഭവിച്ചാലും, ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് മണിക്ക് അനുസരിച്ച്, ആ പ്രൊപ്പോർഷൻ അനുസരിച്ച് എന്ത് മാറ്റങ്ങൾ സംഭവിച്ചാലും അത് റിയൽ വേരിയബിൾസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നല്ല അക്കോർഡിംഗ് ടു ദ ക്ലാസിക്കൽ ഡൈക്കോട്ടമി. ഇവിടെ നമ്മൾ പാനൽ എ, പാനൽ ബി, പാനൽ ടി, സി എന്ന് പറയുന്ന ഫിഗേഴ്സ് ഉള്ള 4 പാനൽ കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് P0 ആണ്. ആ സമയത്തുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡും ഒക്കെ ഉള്ളതാണ്. വെലോസിറ്റി അല്ലെങ്കിൽ മണി സപ്ലൈ ഒക്കെ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ P0 ആണ് പ്രൈസ് ലെവൽ. P0 പ്രൈസ് ലെവൽ നിൽക്കുമ്പോൾ വേജ് റേറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ ഈക്വിലിബ്രിയം ആയിട്ടുള്ള സപ്ലൈ ഓഫ് ലേബറും ഡിമാൻഡ് ഫോർ ലേബറും ഈക്വിലിബ്രിയം ആയിട്ടുള്ള ഈ പോയിന്റിലാണ് വേജ് റേറ്റ്, റിയൽ വേജ് റേറ്റ് വരുന്നത്. ഓക്കെ, സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഇപ്പം ലേബർ മാർക്കറ്റാണത്. ഈ പാനൽ എ എന്ന് പറയുന്നത് ലേബർ മാർക്കറ്റാണ്. ഇവിടെ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ആണ്. ഇത് പ്രൊഡക്ഷനാണ്. ഇവിടെ സംഭവിക്കുന്നത് പ്രൊഡക്ഷനാണ്. ഓക്കെ, ഇത് അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇക്കോണമിയിലെ പ്രൈസ് ലെവല് ഇൻക്രീസ് ചെയ്തപ്പോൾ പ്രൈസ് ലെവല് ഇൻക്രീസ് ചെയ്യാണ്. ഇനി P0 നിന്ന് P1 ഇൻക്രീസ് ചെയ്യണം അല്ലേ. ആദ്യത്തെ ലെവല് P0 ആണ്. P0 പ്രൈസ് ലെവൽ നിൽക്കുമ്പോൾ റിയൽ വേജ് റേറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അഗ്രിഗേറ്റ് ഈ സപ്ലൈയും ഡിമാൻഡ് ഫോർ ലേബറും ഈക്വിലിബ്രിയം ആവുന്ന കണ്ടീഷനിൽ WO/PO എന്ന് പറയുന്നത് അതാണ് റിയൽ വേജ് റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ PO എന്ന് പറയുന്ന പ്രൈസ് ലെവല് WO/PO ആണ് ആ സമയത്തുള്ള റിയൽ വേജ് റേറ്റ്. ഓക്കെ, ആ സമയത്തുള്ള എംപ്ലോയ്മെന്റ് റേറ്റ് ആണ് ഈ കാണിക്കുന്നത് അല്ലേ. എംപ്ലോയ്മെന്റ് റേറ്റ് ആണ് ഈ കാണിക്കുന്നത്. ഇറ്റ്സ് എൻ എംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. NF എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വിലിബ്രിയം റേറ്റ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. ഇതാണ് അവരുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. YF എന്ന് പറയുന്നതാണ് അവരുടെ ആ സമയത്തുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, YF ആണ് അവരുടെ ഔട്ട്പുട്ട്. ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതാണ് NF എന്ന് പറയുന്നത്. ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ, അതാണ് ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ്. YF എന്ന് പറയുന്നത് പാനൽ ഇതിലെ YF എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ആണ്. ദിസ് ഇസ് അഗ്രിഗേറ്റ് ഔട്ട്പുട്ട്. ഓക്കെ, ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് given the production function determines the aggregate output YF. Okay, ഈ ലെവൽ ഓഫ് എംപ്ലോയ്മെന്റിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവരുടെ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ആണ് നമ്മൾ ഈ പറയുന്ന YF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ലെവല് P0 ആണ്. ലേബർ മാർക്കറ്റ് ഈക്വിലിബ്രിയം ഡിറ്റർമൈൻസ് ദ മണി വേജ് റേറ്റ് WO. പിന്നെ റിയൽ വേജ് റേറ്റ് എന്ന് പറയുന്നത് WO/PO ആണ്. ഓക്കെ, മണി വേജ് റേറ്റ് ആണ് WO എന്ന് പറയുന്നത്. P0 ലെവലില് മണി വേജ് റേറ്റ് ഈസ് WO, റിയൽ വേജ് റേറ്റ് ഈസ് WO/PO, and the level of employment is NF, and that level of employment aggregate output level is YF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സംഭവിക്കുന്നത് എക്സ്പാൻഷൻ ഇൻ മണി സപ്ലൈ ഫ്രം M0 to M1. ഓക്കെ, ഇപ്പോൾ M0 to M1 ആണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഫ്രം ADO to AD1 അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് അപ്വേർഡ് ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നു. ADOയിൽ നിന്ന് AD1 അപ്വേർഡ് ഷിഫ്റ്റിംഗ് സംഭവിക്കുകയാണ് പാനൽ ഡിയിൽ. ഓക്കെ, ഇവിടെ നിന്ന് ADOയിൽ നിന്ന് AD1 അപ്വേർഡ് ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നു. സോ ബിക്കോസ് ഓഫ് ദർ ഈസ് എൻ എക്സ്പാൻഷൻ ഹാപ്പൻഡ് ഇൻ ദ മണി സപ്ലൈ ഫ്രം MO to M1. ഇപ്പോൾ MO നിന്ന് M1 മണി സപ്ലൈയിൽ ഒരു എക്സ്പാൻഷൻ സംഭവിച്ചു. ആ എക്സ്പാൻഷൻ സംഭവിച്ചതിന്റെ ഫലമായിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിൽ ചേഞ്ച് വരുന്നു. അപ്വേർഡ് ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നു. ADOയിൽ നിന്ന് AD1 ഷിഫ്റ്റിംഗ് സംഭവിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഒരേ സമയം സംഭവിക്കുന്നു. പ്രൈസ് ലെവൽ റൈസസ് ഫ്രം P0 to P1. P1 പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ മണി വേജ് റേറ്റ് എന്ന് പറയുന്നത് WO ആണ് അല്ലേ. നമ്മൾ ആദ്യമേ കണ്ടിട്ടുണ്ട് മണി വേജ് റേറ്റ് എന്ന് പറയുന്നത് WO ആണ് അല്ലേ. ഈ ലെവലില് ഇവിടെയാണ് ഈക്വിലിബ്രിയം പോയിന്റ്. ലേബർ മാർക്കറ്റ് ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ലെവലില് അഗ്രിഗേറ്റ് വേജ് റേറ്റ് അല്ലേ, വേജ് റേറ്റ് എന്ന് പറയുന്നത് മണി വേജ് റേറ്റ് എന്ന് പറയുന്നത് WO ആണ്. മണി വേജ് റേറ്റ് WO ആണ്. റിയൽ വേജ് റേറ്റ് എന്ന് പറയുന്നത് WO/PO ആണ്. ഇനി സംഭവിച്ചത്
POയിൽ നിന്ന് P1ലേക്ക് പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ റിയൽ വേജ് റേറ്റ് എന്ന് പറയുന്നത് WO ഡിവൈഡഡ് ബൈ P1 ആണ്. കാരണം WO തന്നെയാണ് മണി വേജ് റേറ്റ് എന്ന് പറയുന്നതിന് മാറ്റങ്ങളൊന്നുമില്ല. മണി വേജ് റേറ്റ് ഈസ് WO. അങ്ങനെയാണെങ്കിൽ പുതിയ റിയൽ വേജ് റേറ്റ് പുതിയ പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും റിയൽ വേജ് റേറ്റ് വരിക. അപ്പോൾ WO ഡിവൈഡഡ് ബൈ P1. ഓക്കെ ഓക്കെ റിയൽ അല്ല നമുക്കറിയാമല്ലോ, പർച്ചേസിങ് പവറുകളാണ്. ഇതിൽ തന്നെ പറയുന്നത് ക്ലാസിക്കൽ പറയുന്നത് when money wage rate rise to W1 in equal proportion to the rise in the price level. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മണി വേജ് റേറ്റ് റൈസ് ചെയ്യും ടു W1 ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ ടു ദ റൈസ് ഇൻ ദ പ്രൈസ് ലെവൽ. അങ്ങനെയാണെങ്കിൽ റിയൽ വേജ് റേറ്റ് എഗെയിൻ റീസ്റ്റോർഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ WO P1ൽ നിന്ന് W1 P1ലേക്ക് പോകും. കാരണം മണി വേജ് റേറ്റിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഓക്കെ, മണി വേജ് റേറ്റിലെ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് കാരണം വന്നത് മണി വേജ് റേറ്റ് WN ആയിട്ട് നിൽക്കായിരുന്നു, പ്രൈസ് ലെവല് P1ലേക്ക് ഉയർന്നു. ഇപ്പോൾ റിയൽ വേജ് റേറ്റ് ഫോൾ ടു WO ഡിവൈഡഡ് ബൈ P1ലേക്ക് റിയൽ വേജ് റേറ്റ് ഫോൾ ചെയ്യുന്നു അല്ലേ. മണി വേജ് റേറ്റ് WO, റിയൽ വേജ് റേറ്റ് WO ഡിവൈഡഡ് ബൈ P1. പ്രൈസ് ലെവല് POയിൽ നിന്ന് P1ലേക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ WO ഡിവൈഡഡ് ബൈ P1 ആണ് റിയൽ വേജ് റേറ്റ് കുറയാണ് ചെയ്തത്. റിയൽ വേജ് കുറയാണ് ചെയ്തത്. അങ്ങനെ റിയൽ വേജ് കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ എക്സീഡ്സ് ദ സപ്ലൈ ഓഫ് ലേബർ. ഓക്കെ, റിയൽ വേജ് റേറ്റ് ഫോൾസ് ടു WO ബൈ P1ലേക്ക് റിയൽ വേജ് റേറ്റ് കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ എക്സീഡ്സ് ദ സപ്ലൈ ഓഫ് ലേബർ. അപ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ എക്സീഡ്സ് ദ സപ്ലൈ ഓഫ് ലേബർ വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് മണി വേജ് റേറ്റ് റൈസ് ടു W1. മണി വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. മണി വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് മണി വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എഗെയിൻ നമ്മൾ റീസ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ആദ്യം ആദ്യത്തെ റിയൽ വേജിൽ എന്താണോ വാങ്ങിയിരുന്നത്, ആദ്യത്തെ റിയൽ വേജ് എന്ന് പറഞ്ഞാൽ WO ഡിവൈഡ് ബൈ PO അല്ലേ. ആ സമയത്ത് എത്രയാണോ വാങ്ങിയിരുന്നത് അതിലേക്ക് വീണ്ടും റീസ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഡിറ്റർമൈൻസ് ദ ഒറിജിനൽ ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് NF. എഗെയിൻ ഈ പ്രൊഡക്ഷനിലേക്ക് ഇവിടെ വരുന്നു അല്ലെ. P0യിൽ നിന്ന് P1ലേക്ക് പ്രൈസ് ലെവൽ മാറിയപ്പോൾ WO ബൈ P1ലേക്ക് റിയൽ വേജ് റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. മണി വേജ് റേറ്റ് P1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മണി വേജ് റേറ്റ് കൂടുമ്പോൾ എഗെയിൻ ആദ്യം എത്രയാണോ വാങ്ങിയിരുന്നത് WO ഡിവൈഡഡ് ബൈ POയിൽ റിയൽ വേജ് റേറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എത്രയാണോ വാങ്ങിയിരുന്നത് അതിലേക്ക് തിരിച്ചു പോകുന്നു. കാരണം പുതിയ മണി വേജ് റേറ്റ് എന്ന് പറയുന്നത് W1 ആണ്, പുതിയ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് P1 ആണ്. അപ്പോൾ W1 ഡിവൈഡഡ് ബൈ P1, WO ഡിവൈഡഡ് ബൈ PO അല്ലേ, പ്രീവിയസ് പ്രൈസ് ലെവലാണ്. ഇതാണ് ഈക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ എഗെയിൻ വീണ്ടും റീസ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. റൈറ്റ്. അപ്പോൾ ഇതുകൊണ്ടാണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമിയിൽ പറയുന്നത് നോമിനൽ വേരിയബിൾസിൽ ഉണ്ടാകുന്ന മാറ്റം റിയൽ വേരിയബിൾസിനകത്ത് എഫക്റ്റ് ഉണ്ടായിരിക്കില്ല. റൈറ്റ്. ഓക്കെ, അപ്പോൾ എംപ്ലോയ്മെന്റ് ലെവൽ എന്ന് പറയുന്ന NF തന്നെയാണ്. കാരണം ഇവിടെ റിയൽ വേജ് റേറ്റിൽ ഫോള് സംഭവിക്കുമ്പോൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഡിമാൻഡ് ഫോർ ലേബർ എക്സീഡ്സ് ദ സപ്ലൈ ഓഫ് ലേബർ വരും. റൈറ്റ്. ഓക്കെ, with the same level of labor employment, aggregate output will not be affected. ഓക്കെ, ഒരു സെയിം ലെവൽ ഓഫ് ലേബർ തന്നെയാണ് അല്ലെ, അതിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇതാണ് സെയിം ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് സെയിം ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് ഇവിടെ വന്നു. അപ്പോൾ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ലെവലിലും മാറ്റങ്ങളും സംഭവിക്കില്ല. കാരണം ഇതിനകത്ത് വേറെ മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അഗ്രിഗേറ്റ് ഔട്ട്പുട്ടിലും മാറ്റങ്ങൾ സംഭവിക്കില്ല. ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് കുറഞ്ഞാലാണ് അഗ്രിഗേറ്റ് ഔട്ട്പുട്ടിൽ മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. റൈറ്റ്. അതാണ് ഇവിടെ പറയുന്നത് വിത്ത് ദ സെയിം ലെവൽ ഓഫ് ലേബർ എംപ്ലോയ്മെന്റ് അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് വിൽ നോട്ട് ബി എഫക്റ്റഡ്. Thus, with the expansion in money supply, nominal wage rate and the price level have risen, but real wage rate, level of employment and output remain constant. So, നമ്മൾ പറയുന്നത് any expansion happens in the money supply, nominal wage rate and price level have risen, but the real wage rate, level of employment and output remain constant. Right. അല്ലേ, ഇവിടെ സംഭവിച്ചതല്ലേ. റിയൽ വേജ് റേറ്റിൽ
മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. നോമിനൽ വേജ് റേറ്റിൽ നോമിനൽ വേരിയബിൾസിനകത്ത് എന്ത് സംഭവിച്ചാലും ആ മാറ്റങ്ങൾ അവിടെ സംഭവിക്കില്ല. എനി എക്സ്പാൻഷൻ ഹാപ്പൻസ് ഇൻ ദ മണി സപ്ലൈ, nominal wage rate and the price level have risen, but the real wage rate, level of employment and output remain constant. Okay. അതുകൊണ്ടാണ് money is a neutral, means effects on real variables എന്ന് പറയുന്നത്. Classical dichotomy was a central to the thinking of early economists. പക്ഷെ കെയ്ൻസും മോണിറ്ററിസ്റ്റും ഈ ക്ലാസിക്കൽ ഡൈക്കോട്ടമിയെ റിജക്ട് ചെയ്യുന്നു. ബിക്കോസ് ദേ ആർഗ്യൂഡ് ദാറ്റ് പ്രൈസസ് ആർ സ്റ്റിക്കി. അല്ലേ, എങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആടി ഉലയുന്ന ഒന്നുമല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മറ്റു മാറ്റങ്ങൾക്കനുസരിച്ച്, വേറെ എന്തെങ്കിലും പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അല്ലെ, ക്ലാസിക്കൽ ഡൈക്കോട്ടമി നമ്മൾ കണ്ടു. ഇറ്റ്സ് എ ഡിവിഷൻ ബിറ്റ്വീൻ ദ റിയൽ സൈഡ് ആൻഡ് ദ മോണിറ്ററി സൈഡ് ഓഫ് ദ ഇക്കോണമി. ആൻഡ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഡൈക്കോട്ടമി, any changes happens in the money variables do not affect the real variables like output, employment, real interest rate, real wage rate. Okay. And the nominal variables move in proportion to the changes in the quantity of money, while real variables remain unaffected.